2 കത്തിരിക്കയും ഒരു സവോളയും ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കലം ചോറുണ്ണാം. എങ്ങനെയെന്നല്ലേ? അതെ, കത്തിരിക്ക പൊള്ളിച്ചത്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ? അപ്പോൾ അതിലേക്ക് ആവശ്യമായത് വെറും മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം. കത്തിരിക്ക നന്നായിട്ട് അരിഞ്ഞ് അതിൻ്റെ ഇടയിൽ ഇതെല്ലാം കൂടി തേച്ച് ഫില്ല് ചെയ്ത് അത് എന്ത് ചെയ്യുക, മൂടി വയ്ക്ക് വേവിക്കുക. കുറച്ച് നേരം കഴിയുമ്പോൾ കടുക് തളിച്ചിട്ട് വേണം കേട്ടോ ഇതിടാൻ. എന്നിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. പിന്നെ ഇതിനെ പൂ പോലെ വിടർത്തി കൊടുക്കുക. നന്നായിട്ടൊന്ന് മുരിഞ്ഞോട്ട് കേട്ടോ. സിമ്മിലിട്ടാൽ മതിയേ തീ. എന്നിട്ട് അതിൻ്റെ പുറത്ത് കറിവേപ്പില ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതൊന്നെടുത്ത് മറിച്ച് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ അടിപൊളി കത്തിരിക്ക പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇത് 1 മിനിറ്റ് ഇങ്ങനെ കിടന്ന് കഴിഞ്ഞിട്ട് എണ്ണയില്ലാതെ കോരിയെടുക്കുക. അപ്പോൾ നമ്മുടെ കത്തിരിക്ക പൊള്ളിച്ചത് തയ്യാറായി.